വിവാദമായ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾ പുറത്തേക്ക്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്ക് ജാമ്യം. CBIയുടെ എതിർപ്പ് കോടതി തള്ളി. 12 പ്രതികൾക്കും കർശന വ്യവസ്ഥകളോടെ ജാമ്യം. പീരുമേട് MLA വാഴൂർ സോമന് സന്തോഷ വാർത്ത. വാഴൂർ സോമന് MLA ആയി തുടരാം. വാഴൂർ സോമനെതിരായ തെരഞ്ഞെടുപ്പ് ഹർജി കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി ശരിവെച്ചു. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന UDF സ്ഥാനാർത്ഥിയായിരുന്ന സിറിയക് തോമസിന്റെ ഹർജിയാണ് തള്ളിയത്. വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുവെന്ന കേസിൽ പോലീസിന് ഹൈക്കോടതി നോട്ടീസ്. ഇതുവരെ സ്വീകരിച്ച നടപടികൾ 2 ആഴ്ചയ്ക്കകം അറിയിക്കണം. കോഴിക്കോട് റൂറൽ SPക്കാണ് കോടതിയുടെ നിർദ്ദേശം. യൂത്ത് ലീഗ് നേതാവ് PK കാസിം നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. വോട്ടെടുപ്പിന്റെ തലേന്ന് വന്ന വാട്സപ്പ് സന്ദേശം വിവാദമായിരുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് മാണിക്കലിൽ മകൻ അമ്മയെ പൂട്ടിയിട്ട് വീട് കത്തിച്ചു. നാട്ടുകാർ എത്തി തീ അണച്ചതിനാൽ ഒഴിവായത് വൻ ദുരന്തം. മകൻ ബിനുവിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. നാട്ടുകാർ എത്തി തീ അണച്ചതിനാൽ ദുരന്തം ഒഴിവായി. പോലീസ് അക്കാദമിയിലെ ലൈംഗികാതിക്രമ കേസിൽ ഉദ്യോഗസ്ഥൻ ഒളിവിൽ. തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ പോയത് വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെ. മലപ്പുറം വളാഞ്ചേരിയിൽ ക്വാറി ഉടമകളെ ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയ കേസിൽ CIക്കും SIക്കും സസ്പെൻഷൻ. വളാഞ്ചേരി CI സുനിൽദാസ്, SI ബിന്ദുലാൽ എന്നിവർക്കെതിരെയാണ് നടപടി. കോഴിക്കോട് ചേലമ്പ്രയിൽ കാണാതായ 11-കാരന്റെ മൃതദേഹം കണ്ടെത്തിയത് പാറയിൽ സ്വദേശി ഫൈസലിന്റെ മകൻ മുഹമ്മദ് ഫാദിലിന്റെ മൃതദേഹം. പുലിക്കടവ് പാലത്തിന് സമീപം പുഴയിലാണ് കുട്ടിയെ കാണാതായത്. മീൻചന്തയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും ദ്രുതകർമ്മസേനയും പോലീസും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ KSRTC ഡ്രൈവർമാർക്ക് നിർദ്ദേശങ്ങൾ നൽകി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. KSRTCയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് നിർദ്ദേശങ്ങൾ പങ്കുവച്ചത്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയ പശ്ചാത്തലത്തിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗത്തിൽ മരിച്ചവരുടെ എണ്ണം 50ആയി. ബീഹാറിൽ 20 മരണം. ഒഡീഷയിൽ മരിച്ചവരുടെ എണ്ണം 19. നിലവിൽ ഡൽഹിയിൽ താപനില 50 ഡിഗ്രിക്ക് മുകളിൽ. ഡൽഹിയിലേത് കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന താപനില. കോഴിക്കോട് കക്കോടിയിൽ മദ്യക്കള്ളന്മാർ. ബിവറേജസ് പ്രീമിയം ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യക്കുപ്പികൾ മോഷ്ടിച്ച 2 യുവാക്കൾ അറസ്റ്റിൽ. പ്രതികൾ മദ്യം കവരുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മദ്യക്കള്ളന്മാർ പിടിയിലായത്. പന്തീരാങ്കാവ് നവവധു വധശ്രമക്കേസിൽ മുഖ്യപ്രതിയെ സഹായിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത് പന്തീരാങ്കാവ് സ്റ്റേഷനിലെ CPO ശരത് ലാലിന്റെ ജാമ്യാപേക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക്. 57 മണ്ഡലങ്ങളിൽ നിശബ്ദ പ്രചാരണം. നാളെ വോട്ടെടുപ്പ്. കനത്ത സുരക്ഷാ സന്നാഹങ്ങളുടെ അകമ്പടിയിൽ കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം. രാത്രി തുടങ്ങിയ 45 മണിക്കൂർ ധ്യാനം നാളെ വൈകിട്ട് അവസാനിക്കും. ധ്യാനം പൂർത്തിയാക്കി ശനിയാഴ്ച 3:30 ഹെലികോപ്റ്ററിൽ മോദി തിരുവനന്തപുരത്തെത്തി ഡൽഹിക്ക് മടങ്ങും. മഹാത്മാഗാന്ധിയെ പ്രശസ്തനാക്കിയത് സിനിമയാണ് എന്ന പരാമർശം നടത്തിയ മോദി രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ AA റഹീം. ഗാന്ധി വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ പ്രചാരകനല്ല. സംഘപരിവാറിന്റെ നേതാവിന് അത് മനസ്സിലാകില്ലെന്നും AA റഹീം. വയനാട് ലക്കിടിയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഭക്ഷ്യവിഷബാധ. വൈത്തിരിയിലെ ബാംബു റെസ്റ്റോറന്റ് അധികൃതർ അടപ്പിച്ചു. 4 വർഷ ഡിഗ്രിക്കുള്ള സിലബസ് ജൂൺ 10-നകം കണ്ണൂർ സർവകലാശാല തയ്യാറാക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. ജൂലൈ 1 മുതൽ ക്ലാസുകൾ തുടങ്ങണമെന്നും സിലബസ് ഇല്ലാത്തത് അഡ്മിഷൻ പ്രക്രിയയെ ബാധിക്കില്ലെന്നും മന്ത്രി. കോഴിക്കോട് വാഹനാപകടത്തിൽ ഡോക്ടർ മരിച്ചത് കോഴിക്കോട് സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ ശ്രാവൺ. ഇരിങ്ങാടൻ പള്ളിക്ക് സമീപം ശ്രാവന്റെ ബൈക്കിൽ സ്കൂട്ടർ ഇടിച്ചാണ് മരണം. കണ്ണൂർ തലശ്ശേരിയിൽ കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന ബോട്ടിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി. മലപ്പുറം സ്വദേശികളായ നൌഫൽ, ജലീൽ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. രക്ഷാദൌത്യം നടത്തിയത് കോസ്റ്റൽ പോലീസ്. കൊച്ചി ഇടപ്പള്ളി ഫ്ലൈ ഓവറിൽ ബസ് ഓട്ടോ ഡ്രൈവർമാരുടെ കയ്യാങ്കളി. വാഹനത്തിന് സൈഡ് നൽകുന്നതിലെ തർക്കം കയ്യാങ്കളിയിലേക്കെത്തി. ഓട്ടോ ഡ്രൈവറും ബസ് ഡ്രൈവറും ഇടപ്പള്ളി പാലത്തിൽ ഏറ്റുമുട്ടി. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ റോഡിന് കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ.
വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് റോഡിന്റെ ഒരു ഭാഗം തകർന്നു വീണു. തൃശൂർ കുന്നംകുളത്ത് മോട്ടോർ ഉയർത്തുന്നതിനിടയിൽ കിണറ്റിൽ വീണയാളെ രക്ഷപ്പെടുത്തി. രക്ഷകരായത് കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. കിണറ്റിൽ വീണത് കടവല്ലൂർ കോവിൽ റോഡ് സ്വദേശി കളത്തിൽ വളപ്പിൽ അനിൽകുമാർ. രക്ഷപ്പെടുത്തിയ ഫയർഫോഴ്സിന് കയ്യടിയുമായി നാട്ടുകാർ. ബസ്സിൽ യാത്ര ചെയ്യുന്ന KSRTC വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്ത. വിദ്യാർത്ഥി കൺസെഷന് ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം ഏർപ്പെടുത്തി. സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ നടത്താം. കുന്നംകുളം കിഴൂരിൽ 22-കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് കിഴൂർ തെക്കേക്കര വീട്ടിൽ ഫെബിന്റെ മകൾ ജോൺ. ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആദിവാസി മേഖലകളിൽ അരിവാൾ രോഗം പടരുന്നു. അട്ടപ്പാടിയിൽ അരിവാൾ രോഗം ബാധിച്ച് യുവതി മരിച്ചു. താവളം കൊല്ലംകടവൂരിലെ വള്ളിയാണ് മരിച്ചത്. കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ദുരിതത്തെ കലയിലൂടെ മറികടന്ന് ടുട്ടുമോൻ. അപകടം മൂലമുണ്ടായ അംഗവൈകല്യത്തെ കലയിലൂടെ മറികടക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ടുട്ടുമോൻ. വ്യത്യസ്തമായ ചിത്രകലയിലൂടെയാണ് ടുട്ടുമോൻ ശ്രദ്ധേയനാവുന്നത്. 15,000 ബട്ടൺസുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബോബി ചെമ്മണ്ണൂരിന്റെ ചിത്രമാണ് ഏറ്റവും ഒടുവിലത്തേത്. ബോഡി ബിൽഡിംഗിൽ ഉയരങ്ങൾ കീഴടക്കി തൃശൂർ സ്വദേശി എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ. മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയ തിരൂർ ചോറ്റുപാറ സ്വദേശി നിതിൻ ബാബുവിന്റെ അടുത്ത ലക്ഷ്യം മിസ്റ്റർ യൂണിവേഴ്സാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചേലക്കര സ്വദേശി അബ്ദുൾ റഹീം പിടിയിൽ. കേച്ചേരി സ്വദേശി രാജേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്.